ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ ദേ വീക്കെൻഡായിട്ട് നല്ല മഴയുള്ള ദിവസമാണ്. സോ രാവിലെ ഒന്ന് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ പറ്റിയില്ല. രാവിലെ 5 മണിക്ക് ഇന്ന് വീക്കെൻഡായിട്ട് എണീറ്റു. വേറൊന്നുമില്ല, ഇന്ന് മിത്തുക്കുട്ടിക്ക് ഒരു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് 6 മണിയാകുമ്പോഴേക്കും കൊണ്ടാക്കി ഇത് തിരിച്ച് വന്ന് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ്. രമേശേട്ടനാണെങ്കിൽ ഈ ഒരു ചെടിയുടെ ഒരു ക്രേസ് കയറിയിട്ട് അധികം വെയിൽ കൊള്ളാത്ത സ്ഥലം കേട്ടോ ഈ ഒരു ഉമ്മറം. ജസ്റ്റ് ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കില്ല. ഈ ഒരു വെളിച്ചം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പ്ലാന്റ്സ് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ സാധനങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വളം ഇട്ട് കൊടുക്കാനും നന്നായി പുഷ്ടിപ്പെടാനും ഒക്കെ ആയിട്ട് ഇതൊക്കെ ചെയ്യാനൊരു ദിവസം ഒഴിവ് കിട്ടണ്ടേ. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ രാവിലെ നേരത്തെ എണീറ്റുകൊണ്ട് കുറേ നേരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പണിക്ക് ഇരിക്കുകയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ചോദിച്ച പോലെ എവിടെ പോയി, എന്താ ലോങ് വീഡിയോസ് ഇടാത്തത് എന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേര്. ഇപ്പോൾ ഷോർട്സ് മാത്രമേ ഉള്ളൂ, പണ്ടത്തെ പോലെ ഒന്നല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കംപ്ലയിൻറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇതേ സാറ്റർഡേ സൺഡേ പോലും രാവിലെ 5 മണിക്ക് എണീറ്റ് മിത്തുവിൻ്റെ ക്ലാസ്, മിത്തുവിൻ്റെ ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോയതാട്ടോ. CSTയിൽ വെച്ചിട്ട് ഒരുപാട് ദൂരത്താണ്. അപ്പോൾ അതിനെ കൊണ്ടാക്കി. അപ്പം മിത്ത് കുട്ടിയില്ല. രമേശേട്ടനാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസിയും കാര്യങ്ങളും, ഞാനാണെങ്കിൽ ഷൂട്ടിങ്ങും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബിസിയാവും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ 3 പേരും കൂടിയുള്ള വീഡിയോ ഒന്നും ഇനി കുട്ടികൾ വലുതാവും തോറും കുട്ടികളെ കിട്ടില്ല. രമേശേട്ടനാണെങ്കിൽ ഓഫീസിൽ ഭയങ്കര ബിസിയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ആ സമയത്ത് 6 മണിക്ക് വീഡിയോ എടുത്തത്. ഇതല്ല കേട്ടോ കോസ്റ്റ്യൂം വേറെയാണ്. അത് അവിടെ ചെന്നിട്ട് അവൾ മേക്കപ്പ് സെറ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ കുട്ടികളുടെ കൂടെ. എപ്പോഴാണ് വരികയെന്നറിയില്ല, പ്രോഗ്രാം എപ്പോഴാണെന്നറിയില്ല. 1-2 പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മിത്തുക്കുട്ടിയെ കൊണ്ടാക്കി ഇത് കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ കുളിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ രാവിലെ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പോൾ രമേശേട്ടൻ പറഞ്ഞു കുറച്ച് ചെടിയും കൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അവർ എണീറ്റിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഈ രാവിലെ ഈ മഴയത്ത് ആരെങ്കിലും ഇത്ര നേരത്തെ എണീക്കും. അപ്പോൾ ഞങ്ങൾ അവരെ എണീപ്പിച്ച് ഇതേ ലോറിയൊക്കെ വന്ന് നിൽക്കണേ ഉള്ളൂ ചെടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങൾ അവരെ എണീപ്പിച്ച് ഇതാ നോക്കുകയാണ്. രമേശേട്ടനെ കാര്യമായ ചെടി ഭ്രാന്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഒരു 5 ബോക്സ് അല്ലേ, ഓൺലൈനിലല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ചെടി, മണി പ്ലാന്റ് ആണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ബാൽക്കണിയിൽ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തൽക്കാലം ഇന്ന് അതാണ്. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക, രാമായണ മാസമൊക്കെ തുടങ്ങാറായി. അപ്പോൾ ഒരു തുളസി കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയോടുകൂടി എല്ലാം പോയിരുന്നു. അപ്പോൾ തുളസിയും കറിവേപ്പില കുറേ കാലം വിജയിക്കുന്നു. കരിവേപ്പിൻ്റെ എല്ലാം ഇങ്ങനെ ഒന്ന് നടണം എന്നുള്ളത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോക്കാം, സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ അതും ഒന്ന് വീടൊരു പൂങ്കാവനമാക്കും. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ചെടിയായിട്ടുള്ളൂ, അപ്പോൾ തന്നെ എന്ത് രസം. അപ്പോൾ വീട് മുഴുവൻ ചെടിയായി എന്ത് രസമായിരിക്കും. അപ്പോൾ ആ ചെടി എന്ത് രസമല്ലേ ഈ ചെടി. അതായത് നമ്മൾ പൂവ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ ഇലയാണ് വാങ്ങണത്. അപ്പോൾ ഇലയിൽ തന്നെ പല കളറുണ്ട് കണ്ടോ. ഇതൊരു കളറ്, പിന്നെ ഒരു മഞ്ഞ കളർ കണ്ടു. അപ്പോൾ ഭയങ്കര ഭംഗിയുള്ള ഇലകൾ. അതേപോലെ ആ ഇല എന്ത് രസം, അങ്ങനെ കീറിയ പോലത്തെ ഇല. അപ്പോൾ നമ്മൾ ഉമ്മർത്തിക്ക് ഒരു സെക്ഷനും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടേക്ക് കുറേ വലിയ അതുപോലത്തെ വലിയ ചെടികൾ ഇങ്ങനെ വെക്കാം. ബാൽക്കണിയിൽ ഇനി എന്താ വെച്ചാൽ മണി പ്ലാന്റ് ആകുമ്പോൾ അതങ്ങോട്ട് പടർന്ന് കയറിക്കോളും. അപ്പോൾ ബാൽക്കണി ഫുള്ളിങ്ങനെ പടർന്ന് പന്തലിക്കും എന്നൊക്കെയാണ് ഞങ്ങളുടെ വിശ്വാസം. നോക്കാം. എന്നാലും ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര രസമല്ലേ. ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല, കാരണം രാവിലെ ആയിട്ടുള്ളൂ. അവരുടെ വണ്ടി തന്നെ വന്നിട്ടുള്ളൂ ചെടികളുടെയൊക്കെ. അപ്പോൾ അവരിതെല്ലാം നിറച്ച് വീട്ടിൽ കൊണ്ടുവന്ന് തരും. നമ്മൾ സെലക്ട് ചെയ്താൽ മതി, ബാക്കി അവർ നിറച്ച് സംഭവങ്ങളൊക്കെ സെറ്റപ്പാക്കി വീട്ടിൽ കൊണ്ടുവന്ന് തരും. അങ്ങനെ ചെടിക്കൊക്കെ ഓർഡർ കൊടുത്തതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. കുറച്ച് സമയം എടുക്കുന്ന പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ രാവിലെ നീച്ചാൽ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, ഇഷ്ടം പോലെ സമയം കിട്ടും. സാധാരണ അങ്ങനെ കിട്ടാൻ മൺഡേ ടു ഫ്രൈഡേ ആണ്. കാരണം നേരത്തെ എണീറ്റ് 8 മണിക്ക് ഇവർ രണ്ടുപേരും കൂടി പോണോടുകൂടി എനിക്ക് ഇഷ്ടം പോലെ സമയമാണ്. എൻ്റെ ലഞ്ച് അടക്കം കഴിഞ്ഞിട്ടുണ്ടാവും. സോ എനിക്ക് ഇഷ്ടം പോലെ എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും കുറേ കാര്യങ്ങൾക്ക് സമയം ഉണ്ടാവും. മിത്തുക്കുട്ടി 3 മണിക്ക് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ ചിലപ്പോൾ കിടക്കാനുള്ള സമയം വരെ കിട്ടും. അതാണ് രാവിലെ നേരത്തെ എണീറ്റുക. അതിനുവേണ്ടി സാറ്റർഡേ സൺഡേ ഞാൻ പറഞ്ഞ പോലെ ലേറ്റായി എണീക്കുമ്പോൾ എല്ലാം തകിടം പറയും. പക്ഷെ ഇന്നിപ്പോൾ പറഞ്ഞ പോലെ സാറ്റർഡേ ആയിട്ട് 5 മണിക്ക് എണീറ്റുകൊണ്ട് കുറേ സമയം കിട്ടി കേട്ടോ. കുറേ സമയം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയി ചെടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മുടെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ. അപ്പോൾ അതിൽ ഞാൻ കുറേ കുർത്തിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ആരെങ്കിലും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാ വാങ്ങിക്കോളൂ. കാരണം 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെയാണ് അവരുടെ ആമസോണിൻ്റെ പ്രൈം ഡേ സെയിൽ നടക്കുന്നത്. കുറച്ച് അടിപൊളി കളക്ഷൻസ് എന്ന് പറയാൻ പറ്റില്ല. കുറേ പേര് അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എങ്ങനത്തെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം, എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടം എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പാൻറ്റുകൾ കാണിക്കോ,
കുർത്തയ്ക്ക് ഇടാൻ പറ്റുന്ന പാൻറ്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള ഈ കുർത്ത പോലുള്ളതിൽ ഇടാൻ പറ്റുന്ന പാൻറ്റുകൾ കാണിക്കൂ എന്നുള്ളത്. അപ്പം ഞാനൊരു 3 പാൻറ് ഗോ കളേഴ്സിൻ്റെ ആണ്, പോക്കറ്റുള്ള കുർത്തി പാൻസ്. നല്ല അടിപൊളിയാണ്. അതിൽ ഒരു പാൻറ്റാണ് ഞാൻ ഇപ്പം ഇട്ടിട്ടുള്ളത് കേട്ടോ. നല്ല കംഫർട്ടാണ്. എന്താ പറയുക, വൈറ്റ് കളർ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ 3 കളർ നമുക്ക് എന്തായാലും ആവശ്യമുള്ള 3 കളേഴ്സ്, ഒന്ന് വൈറ്റ്, ഒന്ന് ബ്ലാക്ക്, ഒരു ഗ്രേ കളർ. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഗോ കളേഴ്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പർ ക്വാളിറ്റി ആവും. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ വാങ്ങുന്ന പാൻറ്റിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ്. ഈ സെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിച്ചോളൂ. കാരണം ഗോ കളേഴ്സിന് നല്ല സെയിലിൽ നല്ല വില കുറവുണ്ട്. പക്ഷെ ക്വാളിറ്റി വൈസ് അടിപൊളി വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാണ് ബെസ്റ്റ്. പോക്കറ്റുള്ള പാൻറ്റ് വാങ്ങുമ്പോൾ എന്താ ഗുണം അറിയാം, പെട്ടെന്നൊന്ന് പുറത്തു പോകുമ്പോൾ ഓരോ പ്രാവശ്യം ഹാൻഡ് ബാഗ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം പോക്കറ്റിൽ എന്നെ ചാവി ഞാൻ എന്നെ ചെയ്യുമ്പോൾ മിത്തുവിനെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരണമെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്യൂഷന് കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണമെങ്കിലോ ഒക്കെ ഓരോ പ്രാവശ്യം ഈ ബാഗ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുക, ഒരു മൊബൈലും ഉണ്ടാവും, ഒരു ചാവി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നും, ഷോ ഈ ചുരിദാറിലോ ഇതിലൊക്കെ ചില ചുരിദാറിൽ പോക്കറ്റ് ഉണ്ടാവും, ചില ചുരിദാറിൽ പോക്കറ്റ് ഉണ്ടാവില്ല. അപ്പം പാൻറ്റ് പോക്കറ്റ് ഉള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണമുണ്ട്, ഹാൻഡ് ബാഗ് എടുത്ത് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എപ്പോൾ സെയിൽ വരുമ്പോഴും ഞാൻ വാങ്ങണതാണ് വാച്ച്. എൻ്റെ ഒരു ക്രേസുള്ള സംഭവമാണ്. അപ്പോൾ ഭയങ്കര വില കൂടിയ വാച്ച് സംഭവങ്ങളൊന്നല്ല, എന്നാൽ അതിനൊരു ക്ലാസ് തോന്നിക്കും വേണം. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഈ ചുംബക്കിൻ്റെ വാച്ച്. നിങ്ങൾ ആരെങ്കിലും ചുംബക് വാച്ചിൻ്റെ ചുംബക്കിൻ്റെ വാച്ച് മാത്രമല്ല, ആക്ച്വലി അവരുടെ ബാഗായാലും അവരെല്ലാത്തിനും ഒരു ക്യൂട്ട്നെസ് ഉണ്ട്. അവരുടെ ഞാൻ പറഞ്ഞ പോലെ അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഈ ഒരു കണ്ടോ ഡയലിൻ്റെ ഉള്ളിൽ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് കണ്ട് എല്ലാവരും ഒന്ന് നോക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചുംബക്കിൻ്റെ വാച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 1000 റേഞ്ചിലൊക്കെ ഉള്ള ഒരു വാച്ച് ആരെങ്കിലും ബർത്ത്ഡേക്ക് ഒക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പറ്റിയതാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഈ വാച്ച് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് മിത്തുക്കുട്ടിക്ക് ഞാനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറയില്ല, അത് ഇട്ട് പോയിരിക്കണം. എൻ്റെ സ്ക്രീൻഷോട്ട് ഞാനത് കുട്ടികൾക്ക് കൂടെ. അപ്പം ഈ വാച്ച് നമുക്കാണ് പറ്റുക, കുറച്ചും കൂടെ വലിയ ഡയലാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം മിത്തുക്കുട്ടി ആ വാച്ച് ഞാൻ ഇവിടെ സൈഡിൽ കാണിക്കാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതൊരു 1000 റേഞ്ചിൽ വരുന്നതാണ്. ഈ ഒരു റേഞ്ചിന് നല്ല ബാഗാണ് കേട്ടോ. അധികം വില കൊടുക്കാതെ നിങ്ങൾക്കൊരു നല്ല ക്ലാസി ബാഗ് വേണമെന്നുണ്ടെങ്കിൽ പറ്റിയതാണ്. ഇതിനെ കണ്ടോ 2 ചെയിൻ ഉണ്ട്. ഭയങ്കര വലിയ ബാഗായിട്ട് വലിയ ചെയിനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്, ചെറിയ ചെയിനായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 3 കള്ളി വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്റ്റോറേജ് ആണ്. അതെന്നെ കുറച്ച് അത്ഭുതപ്പെടുത്തി എന്ന് പറയാം. സാധാരണ നമ്മൾ വലിയ യമണ്ടം ബാഗ് വാങ്ങിയാലും അതിനൊറ്റ സിബ് അല്ലെങ്കിൽ 2 സിബ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിനെന്താണെന്ന് വെച്ചാൽ 3 സിബ് ഉണ്ട്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിലും കുറെ സൈഡ് സിബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വിലയ്ക്ക് ഇത് അടിപൊളിയാണ്. പിന്നെ ബ്രൗൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ക്ലാസ്സി. അപ്പം എൻ്റെ കയ്യിൽ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ചുവപ്പ്, യെല്ലോ അങ്ങനത്തെ ഒക്കെയാണ്, വൈറ്റ്. പക്ഷെ ഒരു ബ്രൗൺ ഇല്ല. അപ്പം ബ്രൗൺ എപ്പോഴും ഒരു ക്ലാസ്സിയാണ്. ഞാൻ വിചാരിച്ചു ചുമ്മാ കിടക്കട്ട് എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പം ഇത്രയും കുറച്ച് സാധനം തന്നെ. ഇപ്പം ചുരിദാറൊന്നുമില്ല, ചുരിദാർ ഞാൻ എല്ലാം അടിപൊളിയായിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചു. അപ്പോൾ നിങ്ങൾ കുറേ ഒരു പാൻറ്റ് ചോദിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു. പിന്നെ എനിക്ക് തോന്നി എനിക്ക് വാച്ച് ഇത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറേ കാലമായി അങ്ങനെ വിചാരിക്കുന്നുള്ളൂ. എല്ലാവർക്കും ആമസോണിൻ്റെ പ്രൈം ഡേ സെയിലാണ് കേട്ടോ, 12 to 14. സോ ഈ വീഡിയോ വരുമ്പോഴേക്ക് ലാസ്റ്റ് ഡേ ആയിരിക്കും. ഞാൻ മുന്നേ ഇട്ട ചുരിദാറിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഇന്ന് വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളേക്ക് ഇതിൻ്റെ റേറ്റ് ഉറപ്പായിട്ടും വേറെ തന്നെ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സെയിൽ വരുന്നവരെ കാത്തിരിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് കുറച്ച് റിലാക്സ് ആയിട്ട് ലഞ്ച് ഉണ്ടാക്കാം. സാധാരണ സാറ്റർഡേ സൺഡേ ലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളത് എന്താ പറയുക, ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാവാറില്ല. കാരണം ലേറ്റായി എണീറ്റ് ഉച്ചയ്ക്കൊരു 1 മണിയൊക്കെ ആവും ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ, ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട്. പിന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴും എൻ്റെ കയ്യിൽ പറഞ്ഞ പോലെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വിഭവസമൃദ്ധമായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ചീരയുടെ വിത്ത് പാകിയാലോ അതിനെ വർത്താനം. ഇപ്പോൾ എന്തുണ്ടെങ്കിലും അത് മറ്റേ ചെടിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ കുറച്ച് കൃഷി അതും കൂടെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അത് കൃഷി എന്നല്ല, ജസ്റ്റ് ഇങ്ങനത്തെ പച്ചമുളക്, ചീര അങ്ങനത്തെയൊക്കെ നടാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ ചോറ്, നാളികേരം ചിരക്കാൻ ചീരത്തോരൻ, പിന്നെ സാമ്പാർ. ഇന്ന് രാവിലെ രാഗി ദോശയും സാമ്പാറുമായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് സാമ്പാറുണ്ട്. പിന്നെ ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ തോരൻ ഉണ്ടാക്കാന്ന് ചോദിച്ചു. ഇന്ന് ചിക്കൻ തോരനാണ്. നമ്മളങ്ങനെ ചിക്കൻ തോരൻ ഉണ്ടാക്കാറില്ല. ചിക്കൻ വാങ്ങിച്ചോന്നെങ്കിൽ ചിക്കൻ കറി അല്ല, ചിക്കൻ തോരൻ ട്രൈ ചെയ്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ റോസ്റ്റ്, ചിക്കൻ ഫ്രൈ ഒക്കെ അല്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഉപ്പേരി പോലെ, ഒരു തോരൻ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ടേ. ഇന്നത്തെ സ്പെഷ്യൽ. ഞാനാണെങ്കിൽ മറ്റേ സിനിമയിൽ ദിലീപിന്റെ അവസ്ഥ, കണ്ണ് രണ്ട് കണ്ണിൽ ഈർക്കലി കുത്തി കയറ്റി നടക്കേണ്ട ഒരവസ്ഥയാണ്. ഉറക്കം വന്നിട്ടില്ലേ. ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉണ്ടായിരുന്നു.
ആ വീഡിയോ എങ്ങനെ റിലീസ് ആവാന്ന് എനിക്കറിയില്ല. കാരണം ഞാനിത് ഉറങ്ങിയിട്ട് എഡിറ്റ് ചെയ്ത്, ഞാൻ ഏകദേശം ഒരു ഐഡിയയിൽ എഡിറ്റ് ചെയ്തതാണ്. അതിലെന്തെങ്കിലും കാരണം എനിക്ക് ഒന്നാമത് ഇന്നലെ രാത്രി ലേറ്റ് ആയി വീക്കെൻഡ്, പിന്നെ ഇന്ന് മിഥുന് പോകേണ്ട 5 മണിക്ക് എണീറ്റു. ഇത്ര നേരത്തെ എണീറ്റ് പിന്നെ രാത്രി ലേറ്റ് ആയി, പിന്നെ ഇന്നലെയും കിടക്കാൻ പറ്റിയില്ല. അപ്പൊ എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. കാരണം ഫുഡ് ഉണ്ടാക്കണം, എഡിറ്റ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്തൊക്കെയോ കുറച്ച് കഴിഞ്ഞ് എണീറ്റപ്പോ എന്തൊക്കെയാ അപ്പം അതങ്ങനെ എഡിറ്റ് ചെയ്ത് ദൈവത്തിനറിയാം എന്താന്ന് പോയിരിക്കുന്നത്. കാരണം അത്ര ഉറക്കം സഹിക്കാൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്തൊക്കെയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ റോ വീഡിയോ ആയിട്ട് പോകുന്ന പോലെ എനിക്കറിയില്ല, അത്ര ഉറക്കം വരുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം രക്ഷകനും കൂടെ അങ്ങോട്ട് സഹായിച്ചു കഴിഞ്ഞാൽ വല്ലതൊക്കെ വേഗം കഴിച്ചു കഴിഞ്ഞിട്ട് വേഗം കിടന്നുറങ്ങാത്. അപ്പോൾ ഇന്ന് ചോറും സാറ്റർഡേ സൺഡേ ആണ് കേട്ടോ അധികം ചോറ് ഇവിടെ വെക്കാറുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ എപ്പോഴും പറയണ പോലെ മൺഡേ ടു ഫ്രൈഡേ ഇവർ രണ്ടുപേരും ചോറ് കൊണ്ടുപോവില്ല, ചപ്പാത്തിയെ കൊണ്ടുപോകുള്ളൂ. രാവിലെ പിന്നെ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും. അപ്പോൾ അല്ലെങ്കിൽ ചില ദിവസം ചപ്പാത്തി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും. അപ്പം പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ ചോറ് വെക്കാറില്ല. കാരണം ഇവർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ 2 ചപ്പാത്തി എക്സ്ട്രാ ഉണ്ടാക്കിയാൽ എനിക്ക് ലഞ്ചുമായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 8 മണിയാകുമ്പോഴേക്കും എൻ്റെ പണി കഴിഞ്ഞാൽ എനിക്ക് കുറേ കാര്യങ്ങൾ 3 മണിക്ക് മിഥുന് കൊണ്ടുവരുന്നവരെ കുറേ എഡിറ്റിങ്ങും ഷൂട്ടിങ്ങും കുറേ കാര്യങ്ങൾ ചെയ്യും. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഷോർട്സിലാണെങ്കിൽ നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല പണിയാണ്. അതിന് ഒരുപാട് സാധനങ്ങൾ നമ്മൾ ആദ്യം ഓർഡർ ചെയ്യണം, അതെന്തൊക്കെയാണ് ട്രെൻഡിങ് എന്ന് നോക്കണം, അത് ഓർഡർ ചെയ്യണം, അത് ഷൂട്ട് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, കുറേ പരിപാടികളുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല സംഭവങ്ങളൊന്നും. അപ്പോൾ അതിനൊക്കെ എനിക്ക് നല്ല സമയം കണ്ടെത്തണമെങ്കിൽ എനിക്ക് 8 മണിയാകുമ്പോഴേക്കും പണി തീർക്കണം. എനിക്ക് 24 മണിക്കൂർ ഫുഡേ എന്ന് ആലോചിച്ചിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പണികളൊന്നും നടക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ, എന്താണ് ഞാൻ പറഞ്ഞത്, ചിക്കൻ തോരൻ. നമ്മളധികം വെക്കാത്ത കാരണം ഞാനിത് യൂട്യൂബ് നോക്കിയിട്ട് തന്നെ കേട്ടോ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മുടെ സൈഡിലൊന്നും അങ്ങനെ ചിക്കൻ തോരൻ എന്നുള്ള സംഭവമില്ല. ചീരവൻ നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലെ പച്ചമുളകും ഉള്ളിയും നാളികേരും ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നന്നായി തിരുമ്പിയെടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ എന്താ പറയുക അടച്ചു വെക്കാതെ അങ്ങനെ വേവിച്ചെടുക്കും. ചിക്കൻ തോരൻ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പിലൊക്കെ നന്നായി വഴറ്റിയിട്ട് ഒരു ചെറിയ സവാളയും കൂടെ ഇട്ടിട്ട് പിന്നെ മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ വേണ്ടൂ കേട്ടോ. കാരണം മസാല റോസ്റ്റ് ഒന്നല്ലല്ലോ. അതിനുശേഷം ചിക്കൻ ഇടണം. ഇത് ബോൺലെസ് ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കുട്ടികൾക്കാണെങ്കിലും മിഥുന് രാത്രിക്കും കൂടെ എന്നുള്ള രീതിയിൽ രാത്രി വരുമ്പോൾ കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഞാൻ ബോൺലെസ് വാങ്ങിച്ചു. ബോണാകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാവില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് അത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ എല്ലാ മസാലയും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ രംഷേട്ടൻ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ റീൽസ് പോലെയും അങ്ങനെയൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു തരാം. അപ്പോൾ ഞാൻ എപ്പോഴും ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുക. അപ്പോൾ ആ നേരം കൊണ്ട് ചോറ്, കാരണം മട്ട റൈസ് ആയതുകൊണ്ട് കുറച്ച് നേരം പിടിക്കും വേവിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇത് അടച്ച് വെക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഈ നാളികേരം നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും ഒന്ന് വെച്ച് പിന്നെ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ചോറ്, ചീര ഉപ്പേരി, ഇന്നെല്ലാം ഉപ്പേരിയായി, തോരൻ ഉപ്പേരി, പിന്നെ രാവിലെ ഞാൻ പറഞ്ഞ പോലെ റാഗി ദോശയുടെ കൂടെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ, വറുത്തരച്ച സാമ്പാറല്ല. നമുക്ക് ഈ സാമ്പാർ തട്ടിക്കൂട്ടാണ്. നമ്മളെ സംബന്ധിച്ച് ശരിക്കുള്ള സാമ്പാർ എന്ന് പറഞ്ഞാൽ വറുത്തരച്ച സാമ്പാറാണ്. പക്ഷേ ഇന്നിപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ല. അല്ല, അതിൻ്റെ ആവശ്യമില്ല, എന്ന് നാളികേരം അരച്ച് വെക്കണ്ടല്ലോ. ഓൾറെഡി ചീരയിലും ഈ തോരനിലും നാളികേരം ഉള്ളതുകൊണ്ട് ഞാനിന്ന് കാര്യമായിട്ടൊന്നും നോക്കിയില്ല. പിന്നെ അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയണത്. അപ്പോൾ ഞാൻ ഈ ഒരു ദഹി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫസ്റ്റ് ടൈമാണ് വാങ്ങണത് ആ ഒരു ബ്രാൻഡിൻ്റെ. അപ്പോൾ അത് ഞാൻ ഇതിലിങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര പുളി, അതായത് ഷോക്കടിക്കുന്ന, ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നുണ്ട്, ഷോക്കടിക്കുന്ന ഒരു തരം പുളിയാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ ടേസ്റ്റേ നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണ ഞാൻ വാങ്ങാറുള്ളത് ഐഡിയുടെയോ അല്ലെങ്കിൽ ഗോവർദ്ധൻ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റ് വൈകുന്നേരം വരുമ്പോഴേക്കും ഇവരിതൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഗാർഡനിങ് നമ്മൾ ആ ചെടി നോക്കാൻ പോയവരുണ്ടല്ലോ, അവർ മണ്ണും സംഭവങ്ങളൊക്കെ ഇട്ട് രംഷയുടെ കുറേ ടൂൾസൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരു 3 ആഴ്ച മുന്നേ കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതിന് കുറച്ച് വളവും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ അവർ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് തരിക. എന്നാലും രംഷേട്ടൻ എക്സ്ട്രാ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടേ വെച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുകയാണ്. നമ്മുടെ ചെടികളൊക്കെ എത്തി. ഇപ്പോൾ അവർ ഫുള്ള് മണ്ണും ഇതൊക്കെ നിറച്ച് രാവിലെ അവർ കൊണ്ടുവന്നേരം നമ്മൾ ഓർഡർ ചെയ്ത് പോയേ ഉള്ളൂ. കാരണം അവർക്ക് കുറച്ച് സമയം വേണമായിരുന്നു. അപ്പോൾ അതാ 4 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ രംഷേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഇങ്ങനെ പടർത്താമെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ താഴ്ത്തിക്കാണോ വരിക അതോ ഇത് പടരുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോൾ രംഷേട്ടൻ പറയേണ്ടതൊന്ന് വലുതായി അങ്ങോട്ട് പിടിച്ച് കെട്ടിയാലേ ഇത് പടർന്ന് അടിപൊളിയാവൂലേ. ഈവനിങ് ആയപ്പോൾ ഇന്ന് ജിമ്മ് പോണതിന് പകരം നന്നായിട്ട് നടന്നു 2 മണിക്കൂർ നടത്തൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും മിത്തുക്കുട്ടി ഫോൺ ചെയ്തു, അമ്മ ഞാൻ എത്താറായെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ സമയം രാത്രി 9 മണി. മിത്തുക്കുട്ടി രാവിലെ 6 മണിക്ക് പോയതാണ്. ഇപ്പോഴാണ് എത്തണമെന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ.
ഈ എത്ര നേരം ഒരു ഫുൾ ഡേ എന്ന് പറഞ്ഞ പോലെ അതും CSTയിൽ വെച്ചിട്ടാണ്, കുറേ ദൂരമുണ്ട്. പിന്നെ പ്രോഗ്രാം വൈകിട്ട് 6 മണിക്കാണ് നടന്നത്. അപ്പോൾ അതേ വിളിച്ചു, ഞാൻ എത്താറായി, അമ്മ വരൂ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ നല്ല ടയേർഡായിട്ടായിരിക്കും വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് വീക്കെൻഡ് കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു സിനിമ കണ്ടു. മിത്തുക്കുട്ടി പറഞ്ഞ പോലെ ഭയങ്കര ടയേർഡായിട്ടാണ് മിത്തു കിടന്ന് ഉറങ്ങിയൊക്കെ. സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ പാവം ഉറങ്ങിപ്പോയി. ഇവിടെ ആണെങ്കിൽ നല്ല മഴ. അപ്പോൾ എന്തായാലും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പാവം ഫുള്ള് സിനിമ കണ്ടില്ല കേട്ടോ. സാറ്റർഡേ എന്താണെന്നറിയില്ല, മിത്തുവിന് മാത്രമല്ല ഞങ്ങൾക്കാണെങ്കിലും ഫ്രൈഡേ രാത്രിയും സാറ്റർഡേ രാത്രിയും പെട്ടെന്ന് ഉറങ്ങുമ്പോൾ ഒരു വിഷമമാണ്. കാരണം സൺഡേ ആയിക്കഴിഞ്ഞാൽ പിന്നെ മൺഡേ സ്കൂളുണ്ടല്ലോ, ഓഫീസുണ്ടല്ലോ. അപ്പോൾ രാത്രി കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ നോർമലി കിടക്കുന്ന പോലെയൊക്കെ കിടക്കുകയൊക്കെ വേണം. അപ്പോൾ ഫ്രൈഡേയും സാറ്റർഡേ അങ്ങോട്ട് കളയാൻ മനസ്സ് വരില്ല കേട്ടോ. അപ്പോൾ എത്ര ലേറ്റ് ആയാലും എത്ര ക്ഷീണിച്ചാണെങ്കിലും ഇപ്പം ഞാനാണെങ്കിലും എത്ര വർക്കാണെന്നുണ്ടെങ്കിലും സാറ്റർഡേ നമ്മളൊരു സിനിമ കാണുക എന്നുള്ളത് നമുക്കൊരു സന്തോഷം തരുന്ന പരിപാടിയാണ്. അങ്ങനെ മിത്തു പാവാതെ ഫുള്ള് കാണാതെ അങ്ങനെ ക്ഷീണിച്ച് കിടന്നുറങ്ങി. നമ്മൾ കണ്ടത് ഇതാണ്, നമ്മൾ സിനിമ മൂൺ വാക്ക് എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. നല്ല സിനിമയായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ രസമുണ്ട് കണ്ടിരിക്കുക. പണ്ടത്തെ കാലഘട്ടം മൈക്കിൾ ജാക്സന്റെ ആ ഒരു നമ്മളൊക്കെ ഉള്ള ആ ഒരു 80s 90s കാലഘട്ടത്തിൻ്റെ ആ ഒരു ഇതാണ് കാണിക്കുന്നത്. രസമുണ്ട്, ഡാൻസ് തന്നെയാണ്, പക്ഷെ രസമുണ്ട്. സിനിമ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഷോട്ട്, നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉള്ള സിനിമയായിരുന്നു. അപ്പോൾ അത് OTTയിലുണ്ടായിരുന്നു, അത് കണ്ടു. ഇനി കിടന്നുറങ്ങാം. നാളെ നല്ലോണം ലേറ്റായിട്ട് എണീക്കുള്ളൂ. കാരണം സാറ്റർഡേ ആയിട്ട് ഇന്ന് ഒരു സാറ്റർഡേ പോലെ ഫീൽ ചെയ്തില്ല, അന്നൊരു വീക്കെൻഡ് പോലെ ഫീൽ ചെയ്തില്ല. സോ നാളെ സൺഡേ, 4 ദിവസം കൂടി ഉണ്ട്. നാളെ നല്ല മെല്ലെ എണീറ്റാൽ മതി. നല്ല മഴയും കാറ്റും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. നല്ലൊരു മഴ ദിവസമായിരുന്നു, ഫുള്ള് ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ വേറെ ഒന്നുമില്ല, വേറെ ദിവസം വേറെ വീഡിയോസായിട്ട് കാണാം. ബൈ.